1989 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദം ഉയർന്നു വന്നിട്ടുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അന്ന് കടുത്ത പോരാട്ടമാണ് ആലപ്പുഴയിൽ നടന്നത്. പോസ്റ്റൽ വോട്ട് തിരിമറി നടത്തി എന്ന് ജി സുധാകരൻ പ്രസ്താവിച്ചത് CPM സ്ഥാനാർത്ഥി KV ദേവദാസിനു വേണ്ടിയായിരുന്നു. കന്നിക്കാരനായ KV ദേവദാസ് 54-ാം വയസ്സിൽ വക്കത്തെ നേരിടാൻ നിയോഗിക്കപ്പെടുകയായിരുന്നു. വക്കം പുരുഷോത്തമൻ അന്ന് അതികായനായിരുന്നു. കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവ്, സിറ്റിംഗ് MP ഒക്കെയായിരുന്നു. കൂടാതെ അദ്ദേഹം KPCC സെക്രട്ടറി ആയിരുന്നു, മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം സ്പീക്കറൊക്കെയായി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു പുതുമുഖത്തെയാണ് CPIM അന്ന് നിയോഗിച്ചത്. ദേവദാസ് ആകട്ടെ അദ്ദേഹം അധ്യാപക സംഘടനയിൽ നേതാവായിരുന്നു. അധ്യാപകനായിരുന്നു. സ്വയം വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പ് നില, വിജയിച്ചത് ആരാണ്, അതെങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നത്, എത്ര ഭൂരിപക്ഷം, അതൊക്കെ കൂടി നമുക്കൊന്ന് വളരെ വേഗം പരിശോധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സിറ്റിംഗ് MP വക്കം പുരുഷോത്തമൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് 37,063 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 3,75,763 വോട്ട് ആണ് വക്കം പുരുഷോത്തമന് ലഭിച്ചത്. ഇനി വോട്ട് ശതമാനം പരിശോധിച്ചാൽ 50.31 എന്നതാണ് വോട്ട് ശതമാനം. KV ദേവദാസ് കന്നിക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും നല്ല വോട്ട് അവിടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആലപ്പുഴയിൽ CPIM ആ സമയത്തൊക്കെ ലഭിച്ചതിലെ വളരെ മികച്ച ഭൂരിപക്ഷത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, വോട്ട് ശതമാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ലഭിച്ചത് 3,50,640 വോട്ടുകളാണ് KV ദേവദാസിന് ലഭിച്ചത്. വോട്ട് ശതമാനം 47 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ BJP സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ട്. KD രാമകൃഷ്ണൻ എന്ന ആളായിരുന്നു അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് 15,127 ആണ്. വോട്ട് ശതമാനം 2 എന്നതാണ്. മറ്റു ചില സ്ഥാനാർത്ഥികൾ കൂടി ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അന്ന് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഭൂരിപക്ഷം, വക്കം പുരുഷോത്തമന് ലഭിച്ച ഭൂരിപക്ഷം 400,000-ലേറെയായിരുന്നു. അതായത് 25,123 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അന്ന് വക്കം പുരുഷോത്തമൻ ജയിക്കുകയായിരുന്നു. അവിടെയാണിപ്പോൾ വലിയ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ജി സുധാകരൻ NGO യൂണിയനിലെ ജീവനക്കാരുടെ പോസ്റ്റൽ വോട്ടിൽ ക്രമക്കേട് നടന്നു എന്നതാണ് പറയുന്നത്. എന്നാൽ ഇക്കാര്യം പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് അന്നത്തെ സ്ഥാനാർത്ഥി KV ദേവദാസ്. അദ്ദേഹം ഇന്ന് 24-നോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കൂടി നോക്കാം. ജി സുധാകരൻ്റെ പ്രസംഗം ഇന്നലെ TV-യിൽ കണ്ടതോടുകൂടിയാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ആ റിപ്പോർട്ട് കണ്ടപ്പോൾ എന്താ ഇങ്ങനെ പ്രതികരിക്കാൻ. എൻ്റെ ശ്രദ്ധയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെട്ടിട്ടില്ല. ആരും എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുമില്ല. ഈ കഴിഞ്ഞ 36 വർഷമായി പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ആരും, നിരവധി പേര് ഇപ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരും സൂചിപ്പിച്ചിട്ടില്ല